സാഹസം ഡയറക്ടഡ് ബൈ ബിപിൻ കൃഷ്ണ. 21 ഗ്രാംസ് എന്ന സിനിമയുടെ ഡയറക്ടറാണ്. ആ ഒരു സിനിമ കണ്ടപ്പോഴേ മനസ്സിലായതാണ് ഒരു കഴിവുള്ള ഡയറക്ടർ തന്നെയാണ് ബിപിൻ കൃഷ്ണ എന്നത്. അതുകൊണ്ട് തന്നെയാണ് സാഹസം എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഒന്ന് മനസ്സ് പറഞ്ഞത്. വിശ്വസിച്ച പോലെ തന്നെ ഒരു ഡീസന്റ് സിനിമ തന്നെയാണ് ബിപിൻ കൃഷ്ണയുടെ സെക്കൻഡ് ഔട്ടിംഗ് സാഹസം. ഇതൊരു കെയോസ് കോമഡി എന്റർടൈനർ ആണ്. ഈ ഒരു ജോണർ തന്നെ വളരെ പാടാണ് എക്സിക്യൂട്ട് ചെയ്യാൻ. എവിടെയെങ്കിലൊക്കെ ഒന്ന് പാളിച്ച പറ്റി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി അലങ്കോലാവും. അതേപോലെ തന്നെ ഈ സിനിമയിലും കൈവിട്ടു പോയ വർക്കാവാത്ത കുറെ സീൻസും ഉണ്ട്. അതേപോലെ വർക്കായ കുറെ കിടിലൻ സീക്വൻസും ഉണ്ട്. തെറ്റിദ്ധാരണകളുടെയും സാഹസങ്ങളുടെയും ഒരു സിനിമയാണത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സപ്ലോട്ട്സും ഉണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സും ഉണ്ട് ഈ സിനിമയുടെ അകത്ത്. അതിലെനിക്ക് വർക്കായ കുറെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ് ബൈജുവും ഗ്യാങ്ങിന്റെ. ഇതിൽ അജു വർഗീസ് പറയുന്ന പോലെ തന്നെ പന്നിപ്പൊളിയാണ് ആ ഒരു ഗ്യാങ്. പിന്നെ ബാബു ആന്റണി നല്ല ക്യൂട്ട് ആൻഡ് മാസ് ഒരു ക്യാരക്ടറാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സാജിൻ ചെറുകയിലുണ്ട്, നല്ല രസമായിരുന്നു. ഇതിനകത്തൊരു ബില്ല് കൊടുക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അത് നോക്കിയിരുന്നു, അത് പൊട്ടിച്ചിരിക്കും, കിണ്ണം കഴിച്ച സാധനം വരുന്നത്. റംസാനും വലിയ തിരക്കിലാണ് തന്നെ ചെയ്തിട്ടുണ്ട്, എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്യാങ്ങും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് കുറച്ച് ഭയങ്കര വീക്കിലി റിട്ടേൺ ആയതുകൊണ്ട് അവരെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. അതിലൊന്നാണ് ഗൗരി. ഗൗരി നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ആ ക്യാരക്ടറിന് വലിയ ഡെപ്ത് ഉണ്ടായില്ല. പിന്നെ ജീവ ജോസഫ്, നരേന്റെ ഒരു പ്ലോട്ട്, വില്ലന്മാരുടെ സൈഡ്, ഇവരൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് എഴുതാമായിരുന്നു എന്നാണ് തോന്നിയത്. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സും ഉള്ളതുകൊണ്ട് ഡയറക്ടറിനും റൈറ്ററിനും ഇവരെയൊന്നും മര്യാദയ്ക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റിയിട്ടില്ല. സോ ആദ്യം പറഞ്ഞ പോലെ തന്നെ റൈറ്റിംഗിലും ഒരു 60% വിജയിച്ചിട്ടുണ്ട്. ബാക്കി 40% ആണ് ആ ഒരു എൻഗേജിങ് ഫാക്ടർ മിസ്സിങ് ആയതുപോലെ ഫീൽ ചെയ്തത്. അങ്ങനെ കുറെ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും അവസാനത്തെ ഒരു 45 മിനിറ്റ്സ് അത് വേർത്ത് ടിക്കറ്റ് ആക്കി മാറ്റി എനിക്ക് പേഴ്സണലി, പിന്നെ എന്റെ കൂടെ വന്നവർക്കും. പിന്നെ ഈ സിനിമയുടെ മ്യൂസിക് ചെയ്ത ബിബിൻ അശോക് വേറെ ലെവൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുറെ പോരായ്മകളും കുറെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും ഈ എല്ലാം ആ ഒരു നിമിഷങ്ങളിലെല്ലാം ഒരു കംപ്ലീറ്റ്ലി താങ്ങി പിടിച്ച് കൊണ്ടുപോയത് ഈ സിനിമയുടെ സ്കോറിംഗ് ആണ്. അടിപൊളി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു വെഡ്ഡിങ് സീക്വൻസ് ഉണ്ട്. അവിടെ മുതൽ ആ ഒരു സീക്വൻസിൽ പോലും ഭയങ്കര എനർജറ്റിക് പമ്പിങ് ആയിട്ട് നമുക്ക് തോന്നണം, നമുക്ക് ആ ഒരു വൈബ് തോന്നാനുള്ള കാരണം ഇങ്ങേരുടെ മ്യൂസിക്കാണ്. പിന്നെ അവസാനത്തെ കലാശക്കൊട്ട് മൊമെന്റ്സിലും സൂപ്പർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സന്തന സഖിയെ പാട്ടും, പിന്നെ ഏത് മൂഡ് പൊളി മൂഡ് ആ ഒരു പാട്ടും അതൊക്കെ തിയേറ്ററിൽ കേൾക്കാൻ നല്ലൊരു രസം തന്നെയായിരുന്നു. എഡിറ്റിംഗ് ആ ഒരു കളർഫുൾ വൈബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറെ സീൻസ് ഒക്കെ നല്ല രീതിയിൽ വലിപ്പിക്കൽ ഫീൽ, ഇങ്ങനെ വലിച്ച് നീട്ടിക്കൊണ്ട് പോണത്. ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പ് ആക്കിയായിരുന്നെങ്കിൽ കുറച്ചും ആ ഒരു എൻഗേജിങ് ഫാക്ടർ കുറച്ചും കൂടെ കിട്ടിയേനെ എന്നാണ്. വിഷ്വൽസ്, ഇതിലെ കളറിംഗ് ടോണ് അതെല്ലാം ആ ഒരു പോളിമൂഡ് വൈബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റംസാനും ഗൗരിയുടെ അവരുടെ കെമിസ്ട്രിയും അവരുടെ പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം സീനില്ലെങ്കിലും അവരുടെ റൊമാൻസിന് വലിയ ഡെപ്ത് ഉണ്ടായില്ല. പക്ഷെ അതേപോലെ തന്നെ ബാബു ആന്റണിയുടെയും ടെസ എന്ന ആക്ട്രസിന്റെയും അവരുടെ റൊമാൻസ് വളരെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രൊമാൻസ്, മുത്തുകവും എന്നീ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതും തരക്കേടില്ലാണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെല്ലാം കണ്ടു നോക്കുക.